എല്ലാവർക്കും നമസ്കാരം. നവരാത്രി 6ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നവരാത്രി 6ാം ദിവസമായിട്ട് നമ്മൾ ഇത്രയും ദിവസം ഓരോ ദേവിമാരെ കുറിച്ച് പറഞ്ഞു, ദേവിമാരെ നമ്മുടെ ഉള്ളിൽ ആവാഹിച്ചു. ഇന്ന് 6ാമത്തെ ദിവസം. യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള നവരാത്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മഹിഷാസുരമർദ്ദിനിയാണ്. അതായത് ദേവിയുടെ ഇന്ന് വരെ നമ്മൾ കാണാത്ത അത്രയും രൗദ്രഭാവത്തിലാണ് ഇന്ന് ദേവിയെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ ദേവിയുടെ കഥയാണ് ഇന്ന് പറയുന്നത്. മഹിഷാസുരമർദ്ദിനിയുടെ കഥ. വിജയദശമി നാളിൽ നമ്മൾ വിജയം ആഘോഷിക്കുന്ന സമയത്ത് ദേവി മഹിഷാസുരനെ കൊന്ന അല്ലെങ്കിൽ അസുരനെ നിഗ്രഹിച്ചു കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു ദേവിയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ആ മഹിഷാസുരമർദ്ദിനിയുടെ കഥയാണ്. അപ്പോൾ ആദ്യം തന്നെ മഹിഷാസുരൻ ആരാന്നറിയണം. അങ്ങനെ രംഭ എന്ന് പറയുന്ന ഒരു രാജാവിന്, ഒരു അസുര രാജാവിന് എന്താ പറയുക, മഹിഷി എരുമ, പോത്തിൻ്റെ സ്ത്രീ, അതായത് ഇഷ്ടം തോന്നി അങ്ങനെ അവരിൽ ഉണ്ടാവുന്ന പുത്രനാണ് മഹിഷാസുരൻ. മഹിഷാസുരനായതുകൊണ്ട് തന്നെ പകുതി, അതായത് യുദ്ധം ചെയ്യുന്ന സമയത്തൊക്കെ കാട്ടുപോത്താവാനുള്ള, കാട്ടുപോത്ത് എന്ന് പറയുമ്പോൾ അത്രയും ബിൽട്ടാണ്, അത്രയും ശക്തിയുള്ള ഒരു മൃഗമാണ്. അപ്പം കാട്ടുപോത്താവാനുള്ള അനുഗ്രഹമുണ്ട്. മഹിഷാസുരനൊരു വരം കിട്ടുകയാണ് തപസ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് മാത്രമേ മരണമുള്ളൂ എന്ന്. കാരണം മഹിഷാസുരനും അറിയാം സ്ത്രീകൾക്കൊന്നും എന്തായാലും പുരുഷന്മാർക്ക് പറ്റാത്തത് സ്ത്രീകൾക്ക് പറ്റുമോ, ഇത്രയൊന്നും ഫിസിക്ക് അല്ലെങ്കിൽ ഇത്രയൊന്നും ശക്തി സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ കയ്യാൽ മാത്രമേ മരിക്കുള്ളൂ, കൊല്ലാനായിട്ട് സ്ത്രീക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളൊരു വരം മഹിഷാസുരന് കിട്ടുകയാണ്. മഹിഷാസുരൻ അങ്ങനെ മൊത്തത്തിൽ ആകെ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ദേവന്മാരുടെ ഇടയിലും മനുഷ്യലോകത്തും ദേവലോകത്തും എല്ലായിടത്തും ആകെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ആ സമയത്ത് കാത്യായനൻ എന്ന് പറയുന്ന മഹർഷി തപസ് ചെയ്യുകയും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ തപസ് ചെയ്യുകയും അനുഗ്രഹിക്കണമെന്ന് പറയും. മഹിഷാസുരനെ നിഗ്രഹിക്കാനായിട്ട് തപസ് ചെയ്യുകയാണ്. അങ്ങനെ കാത്യായനൻ എന്ന മഹർഷിയുടെ പുത്രിയായിട്ട് ജനിക്കുന്നു എന്നൊരു കഥയുണ്ട്. കാത്യായന മഹർഷി തപസ് ചെയ്തുകൊണ്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ നിന്നൊരു ജ്യോതി വരെയും ആ ജ്യോതിയിൽ നിന്നുണ്ടാവുന്ന ദിവ്യരൂപം, അതിതേജസ്സുള്ള 1000 കോടിക്കണക്കിന് സൂര്യന്മാരുടെ തേജസ്സുള്ള രൂപമായിട്ട് ദേവി ഉണ്ടാവുകയാണ്, കാത്യായനി ദേവി. ഇന്ന് കാത്യായനി ദേവിയാണ് നമ്മൾ പൂജിക്കുന്നത്. ഇന്നത്തെ ദിവസം കാത്യായനി ദേവിയെ പൂജിക്കുന്ന ദിവസമാണ്. മഹിഷാസുരനെ വധിക്കുന്ന കാത്യായനി ദേവി. അതും ഒരു വലിയ രൂപമായിട്ടാണ് ജനിക്കുന്നത്. എല്ലാ ദേവന്മാരും എല്ലാ ദൈവങ്ങളുടെയും കയ്യിൽ നിന്ന് എല്ലാവരുടെയും കോപം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ, വിഷ്ണു ഭഗവാന്റെ നിന്ന് സുദർശനം, ശിവഭഗവാനിൽ നിന്ന് ത്രിശൂലം, അങ്ങനെയുള്ള എല്ലാ ആയുധങ്ങളും ഏറിയിട്ടാണ് മഹിഷാസുരനെ വധിക്കാനായിട്ട് കാത്യായനി ദേവി പോകുന്നത്. അങ്ങനെ എത്രയോ വർഷങ്ങളോളം യുദ്ധം നിന്ന് മഹിഷാസുരൻ അതിൻ്റെ ഇടയിൽ ആനയായി പോത്തായി മാറി എത്രയോ വർഷങ്ങളോളം നിന്ന് മഹിഷാസുരൻ്റെ കഴുത്തറുത്ത് വധിച്ചിട്ടാണ് കാത്യായനി ദേവി തിരിച്ചു വരുന്നത്. എപ്പോഴൊക്കെ ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ഞാൻ ജനിക്കുമെന്നും അങ്ങനെ എല്ലാവരെയും രക്ഷിക്കാൻ ഞാൻ വരുമെന്നും അങ്ങനെ ശാന്തമായ രൂപത്തിലേക്ക് തിരിച്ച് അതേ എന്താ പറയുക തേജസ്സിലേക്ക് തിരിച്ചു പോവുകയാണ് ദേവി. അതാണ് കാത്യായനി ദേവിയുടെ കഥ. അപ്പം ഇന്ന് നമ്മുടെ ഉള്ളിൽ അതിനെന്താ പ്രസക്തി? ഓരോ ദിവസവും പറയണോണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് നമ്മുടെ ഉള്ളിൽ പ്രസക്തി. ആരെയും മഹിഷാസുരൻ ഇന്നത്തെ കാലത്തൊക്കെ ഈ പോത്തും എരുമയും കഴുതിയൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ഏതെങ്കിലും രാക്ഷസന്മാർ വരാൻ പോകുന്നുണ്ടോ? എങ്ങനെയാണ് ദേവി ജനിക്കുന്നത്? ദേവി നമ്മുടെ ഉള്ളിൽ ആ ഒരു രൗദ്രഭാവത്തിൽ അത്രയും ശക്തിയോട് കൂടിയിട്ട് എല്ലാ ദൈവങ്ങളുടെയും എല്ലാ ദേവന്മാരുടെയും ശക്തിയോട് കൂടിയിട്ടാണ് ദേവി നിൽക്കുന്നത്. അങ്ങനെയുള്ള ദേവി നമ്മുടെ ഉള്ളിൽ ജനിക്കുന്നുണ്ടോ? ജനിക്കുന്നുണ്ട്. നമ്മുടെ പരിണാമ സിദ്ധാന്ത പ്രകാരം, അതായത് നമ്മുടെ ഓരോ ഇതിൽ തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് എത്രയാണ് നമുക്ക് അവതാരങ്ങളെന്നും എങ്ങനെയാണത് ഡാർവിൻ്റെ എവല്യൂഷണറി തിയറി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചൈതന്യത്തിൽ നിന്നാണ് എല്ലാം പരിണമിച്ച് ഈ രീതിയിൽ എത്തിയിരിക്കണം. ഇന്ന് നമ്മൾ മനുഷ്യനായിട്ട് വന്നിരിക്കുന്നത് ഓരോരോ ജീവികളിൽ നിന്നും പരിണമിച്ച അമീബ തൊട്ട് ഓരോന്ന് മീനായിക്കോട്ടെ, തവളയായിക്കോട്ടെ, ആംഫിബിയൻസ് ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ പരിണമിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഗുണങ്ങൾ മുഴുവൻ ഞാൻ എന്നൊരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ ഉള്ളിലുണ്ട്. എന്ന് ഞാൻ മനുഷ്യനായി തീരുന്നു, എന്ന് എൻ്റെ ലെവൽ മാറുന്നു, എന്ന് എൻ്റെ ചിന്ത മാറുന്നു, എന്ന് എനിക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു, എന്ന് എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് മനസ്സിലാവുന്നു. ഒരു പട്ടിയെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എല്ലായിടത്തും അവിടെ ഇവിടെ ഇന്ന സ്ഥലം എന്നൊന്നുമില്ല, എല്ലായിടത്തും മൂത്രമൊഴിച്ചിട്ടാണ് പോവുക. നമ്മൾ മനുഷ്യന്മാർക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന്, എവിടെ ചിരിക്കണം, എവിടെ പറയണം, എവിടെ സംസാരിക്കണം എന്നൊക്കെ. എവിടെ വെച്ച് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ലെവല്, നമ്മുടെ ഓരോ ചൈതന്യം മാറുന്നു, നമ്മുടെ വൈബ്രേഷൻ മാറുന്നു, അതനുസരിച്ച് നമ്മുടെ ലെവൽ ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ന് ഞാൻ മൃഗം എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് മാറാതിരിക്കുന്നു എന്ന് കുട്ടികളെയൊക്കെ വിളിക്കില്ല. ഈ പോത്തിനെ കൊണ്ട് തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പോത്ത് എന്ത് പറഞ്ഞാലും അനക്കമില്ലാത്ത പോത്തിനെ കണ്ടോ? സാധാരണ നമ്മൾ വണ്ടിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് അനങ്ങില്ല,
മുഖത്തൊരു ഭാവവ്യത്യാസം പോലും ഉണ്ടാവില്ല, അതേപോലെയാണ് നിൽക്കുക പോത്ത്. അപ്പോൾ ജസ്റ്റ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മൃഗജീവി തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ളൊരു ഭാവം നമുക്കുണ്ട്, എന്ത് പറഞ്ഞാലും അനങ്ങില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ എന്താ പറയുക, എതിരിടാൻ യുദ്ധം ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. അങ്ങനെയുള്ള കാട്ടുപോത്തായി നിൽക്കുന്ന സമയത്ത് ആ കാട്ടുപോത്തിനെ അടക്കാനും ആ കാട്ടുപോത്തിനെ, ആ നെഗറ്റിവിറ്റിയെ നശിപ്പിച്ച് നമ്മുടെ ഉള്ളിൽ ആ പ്രകാശം കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് കാത്യായനി ദേവി ജനിക്കുന്നത്. എൻ്റെ ഉള്ളിൽ പ്രകാശം വന്നാലേ എനിക്ക് പുറത്തേക്ക് പ്രകാശം വിടാൻ പറ്റുള്ളൂ. ഞാൻ പുറമേ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ എനിക്കെന്താ വഴി കാണിച്ചു തരാത്ത, എനിക്കെന്താ വെളിച്ചം കാണാത്ത, എന്തുകൊണ്ടാണ് എനിക്ക് ആളോട് ദേഷ്യം വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് വിഷമം വരുന്നത്, എന്തുകൊണ്ട് അവരങ്ങനെ ചെയ്യണേന് എനിക്ക് വിഷമം വരുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യം എൻ്റെ ഉള്ളിൽ ഞാൻ എന്നോട് ചോദിക്കണം. പ്രകാശം എൻ്റെ ഉള്ളിൽ വരാത്തതുകൊണ്ടാണ്, പ്രശ്നം എൻ്റെ ഉള്ളിലാണ്. ആരോടെങ്കിലും എനിക്ക് ദേഷ്യമോ വിഷമോ സിറ്റുവേഷന് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഹീൽ ചെയ്യാനായിട്ട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അവിടെ പ്രകാശം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാത്യായനി ദേവി ജനിക്കുന്നു. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ കൃഷ്ണൻ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അതേപോലെ എൻ്റെ ഉള്ളിൽ ആ തിന്മ നിറയുന്ന സമയത്ത്, എൻ്റെ ഉള്ളിൽ ഡിപ്രഷൻ നിറയുന്ന സമയത്ത്, ചിന്തകൾ വഴിതെറ്റി പോകുന്ന സമയത്ത് അതെല്ലാം നേർവഴിക്ക് നയിക്കാനായിട്ട് ഭഗവാൻ ദേവി ജനിക്കുന്നു എന്നുള്ളത്. ഇനി ഇതിൻ്റെ വേറൊരു വേർഷനും കൂടി പറയാം. മാസ്കുലിൻ എനർജി നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ, അതായത് ആ പുരുഷത്വം മാത്രം നിറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയ പോലെ ഇരിക്കും, തുറക്കാൻ കൂട്ടാക്കില്ല. അവിടെ ഒരു ഫെമിനൈൻ എനർജി കയറിയേ പറ്റൂ. ആ ഫെമിനൈൻ എനർജി കയറുന്ന സമയത്താണ് പ്രകാശം വരുന്നതും ഇമോഷൻസ് നിറയുന്നതും നമുക്ക് കൃത്യമായി ഹൃദയം കൊണ്ട് ചിന്തിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നത്. പറയുന്ന വാക്കുകൾ ഒരാൾക്ക് വേദനിക്കാതെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. ആ ഒരു സൗമ്യത, ആ ഒരു ലാളിത്യം നമ്മുടെ സംസാരത്തിൽ, ഭാവത്തിൽ, പെരുമാറ്റത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോഴാണ്. ഈ ഫെമിനൈൻ എനർജി മാസ്കുലൈൻ എനർജി ഒന്നിച്ച് പോയാലാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുക. നമ്മുടെ ഉള്ളിലുള്ള ഹയർ എനർജിയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുക. ഭഗവാനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാനും കൂട്ടിമുട്ടാനും ഭഗവാനായി തീരാനായിട്ട് പറ്റുക. അപ്പോൾ ഇന്ന് 6-ാം ദിവസം, നവരാത്രിയുടെ 6-ാം ദിവസം കാത്യായനി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് എനർജി എല്ലാം പോയി നമ്മുടെ ഉള്ളിൽ പ്രകാശം നിറയട്ടെ, ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നവരാത്രി ആശംസകൾ. നമസ്കാരം.